എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് INC യെ കുറിച്ചിട്ടാണ്. നമ്മുടെ LP-UP സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് INC എന്ന് പറയുന്നത്. INC വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഏതൊരു മത്സര പരീക്ഷകൾ എടുത്താലും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ INC റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. INC വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഏതൊരു മത്സര പരീക്ഷകൾ എടുക്കുമ്പോഴും INC റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ വായിക്കുന്നു, ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നു, അനുബന്ധ വിവരങ്ങളാണ് പറയുന്നത്. തീർച്ചയായിട്ടും ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി പോവുക. എത്ര മാർക്കാണ് കിട്ടിയത് എന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും ശ്രമിക്കുക. INC യെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 1885 ഡിസംബർ 28 ഫോം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ തന്നെ നാഷണൽ മൂവ്മെന്റ് ആയിരുന്നു. പാർട്ടി എന്നതിലുപരി ദേശീയ പ്രസ്ഥാനമായിരുന്നു INC എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു നാഷണൽ മൂവ്മെന്റ് ആയിട്ടുള്ള INC യെ കുറിച്ചിട്ട് എല്ലാ മത്സര പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിലെ ആദ്യത്തെ ചോദ്യം പരിചയപ്പെടാം. വന്ദേ മാതരം, അതായത് നമ്മുടെ ദേശീയ ഗീതമാണ്, ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനം, 1896 കൊൽക്കത്ത സമ്മേളനം, ഓപ്ഷൻ സി 1929 ലാഹോർ സമ്മേളനം, ഓപ്ഷൻ ഡി 1931 കറാച്ചി സമ്മേളനം. അപ്പൊ വന്ദേ മാതരം നമുക്കറിയാം നമ്മുടെ ദേശീയ ഗീതമാണ്. ആരായിരുന്നു രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ആദ്യമായിട്ട് ആലപിച്ചത് കോൺഗ്രസിന്റെ ഏതു സമ്മേളനത്തിലാണ് എന്നതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 1896 കൊൽക്കത്ത സമ്മേളനമാണ്. INC യെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലുള്ള 1885 ഡിസംബർ 28 ഫോം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോ 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു സെഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ റഹ്മത്തുള്ള സഹയാനി ആയിരുന്നു കേട്ടോ. 1896 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 1911 കൊൽക്കത്ത സമ്മേളനത്തില് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചു. അല്ലെ, ജനഗണമന നമ്മുടെ നാഷണൽ ആന്തമാണ്. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ 1911 കൊൽക്കത്ത സമ്മേളനമാണ് ഉത്തരമായിട്ട് പറയേണ്ടത്. ഓക്കെ, ജനഗണമനയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സെക്ഷനിൽ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ആരാണ് ഇത് ആലപിച്ചത്? സരളാദേവിയാണ് ആലപിച്ചിട്ടുള്ളത്. ആരായിരുന്നു? സരളാദേവിയാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡ് ആണ് കേട്ടോ. 52 സെക്കൻഡ് ആണ് ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത്. ഇതിന് സംഗീതം നൽകിയിട്ടുള്ളത് രാം സിംഗ് താക്കൂർ ആണ്. രാഗം ശങ്കരാഭരണമാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1896 കൊൽക്കത്ത സമ്മേളനമാണ്. അതേപോലെ തന്നെ 1929 ലാഹോർ സമ്മേളനം. ഇതിന് അധ്യക്ഷനായിരുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്.
ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്കറിയാം, ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ളൊരു കാര്യം. 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കുന്നത് കേട്ടോ. പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസൊല്യൂഷൻ എന്നായിരുന്നു പാസ്സാക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1929 ലാഹോർ സെഷനിലാണ്. ഇതിന് അധ്യക്ഷൻ അന്ന് ആ സമയത്ത് ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. 1931 കറാച്ചി സമ്മേളനം ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇമ്പോർട്ടന്റ് ആണ്. കറാച്ചി സമ്മേളനത്തിന് ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരായിരുന്നു? പട്ടേലാണ്. ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് നമ്മൾ ഫുൾ നെയിം പറയാം. ചുരുക്കി പറയുകയാണെങ്കിൽ പട്ടേൽ എന്ന് പറയാം അല്ലെ. സർദാർ വല്ലഭായ് പട്ടേലാണ് 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കറാച്ചി സമ്മേളനത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ സ്വത്തവകാശം എന്നുള്ളത് എടുത്തു മാറ്റി ഇപ്പോൾ അത് ലീഗൽ റൈറ്റ് മാത്രമാണ് അല്ലെ. തുടക്കത്തില് സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തുടക്കത്തിൽ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു. ഇപ്പൊ എത്രയുള്ളത്? 6 എണ്ണമാണ് ഉള്ളത്. ഈ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയേണ്ട ഉത്തരം എന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ എന്നുള്ളതാണ്. അപ്പോ കറാച്ചി സമ്മേളനത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയത് എപ്പോഴായിരുന്നു? 1931 കറാച്ചി സമ്മേളനത്തിലാണ്. ഇനി ഈ ഒരു സെക്ഷന് ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ പറയുന്ന ഉത്തരം എന്ത് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ എന്നുള്ളതാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. ഇതാണ് ഒരു ഫാക്ട് നമ്മൾ പഠിച്ചില്ലേ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആയി എന്ന് കരുതുന്നു. വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സെഷൻ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓപ്ഷൻ ബി 1896 കോൺഗ്രസ് സമ്മേളനമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. 4 സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. അത് ടൈം ലൈൻ പ്രകാരം കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനമാണ് ബൽഗാം സമ്മേളനം. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ വർഷങ്ങളും എഴുതി പോവാം. ബൽഗാം സമ്മേളനം എന്നായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 1924 ഈ ഒരു സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ളതാണ്. ഗാന്ധിജി പങ്കെടുത്തതല്ല ചോദിക്കുന്നത്. എന്താണ്? ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനമാണ് ബൽഗാം സമ്മേളനം. അതെന്നായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 1924 കേട്ടോ. കാരണം വർഷം കിട്ടുമ്പോഴാണ് ഓർഡർ ആയിട്ട് നമുക്ക് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുക. ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. നമ്മൾ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലാഹോർ സമ്മേളനത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്നായിരുന്നു ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്? 1929 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏതു വർഷമാണ് എന്ന് ചോദിച്ചാൽ 1929 ആണ് കേട്ടോ. ഇനി അടുത്ത 2 സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കാം. സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് മിതവാദികൾ എന്നും തീവ്രവാദികൾ എന്നും 2ആയി പിരിഞ്ഞു. നമ്മൾ INC-യിൽ 2 കാറ്റഗറി പറയാറുണ്ടല്ലേ, മിതവാദികളും തീവ്രവാദ വിഭാഗങ്ങളും. ഈ 2ആയിട്ട് പിരിഞ്ഞത് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നിട്ട് കോൺഗ്രസിൽ എന്താണ് മിതവാദികൾ എന്നും തീവ്രവാദികൾ എന്നും 2ആയി പിരിഞ്ഞത് എന്നാണ്. അത് നമുക്കറിയാം സൂററ്റ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇനി എന്നാണ് സൂററ്റ് സമ്മേളനം? 1907 കേട്ടോ. 1907 നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനമാണ് ലക്നൗ സമ്മേളനം എന്ന് പറയുന്നത്. അപ്പൊ ലക്നൗ സമ്മേളനം ഏതു വർഷമാണ്? 1916. ഓൾറെഡി നിങ്ങൾ ഈ ഒരു വർഷം പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം സൂററ്റ് സമ്മേളനത്തിൽ എന്തായി? കോൺഗ്രസിലെ വിഭാഗം 2 വിഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. തീവ്രവാദ വിഭാഗം അതേപോലെ തന്നെ മിതവാദി വിഭാഗം എന്നുള്ളത്. ഇവർ ഒരുമിക്കുന്നത്
എന്നാണ് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും 1916 ലക്നൗ സമ്മേളനത്തിലാണ്. അത് ഓൾറെഡി നിങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1916 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏകദേശം വർഷങ്ങൾ കിട്ടി. അപ്പൊ ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് അല്ലെ മൂന്നാമത്തെയാണ് 1907. അത് കഴിഞ്ഞിട്ട് ഏതാണ് പറയുന്നത് 1916. രണ്ടാമത് വരേണ്ടത് 1916. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. മൂന്നാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ള ഏക കോൺഗ്രസ് സമ്മേളനമായിട്ടുള്ള ബൽഗാം സമ്മേളനമാണ്. നാലാമത് നടന്ന സംഭവമാണ് ഇതിലെ ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ഓപ്ഷനിലുള്ള ഉത്തരങ്ങളിലേക്ക് വരാം. അപ്പൊ ആദ്യം വരേണ്ടത് ഏതാണ്? ഇതിലെ ഈ 3 എന്നുള്ള ഓപ്ഷൻ ആണ് വരുന്നത് അല്ലെ. നമുക്ക് ഇതില് 3 എന്ന് ആദ്യം വരുന്ന 2 ഓപ്ഷൻ ആണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും പ്രത്യേകിച്ച് ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല. ഈ 2 ഓപ്ഷനുകൾ നോക്കാം. അപ്പൊ ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം സൂററ്റ് സമ്മേളനം പറയണം. 1907 ഈ ഒരു സമ്മേളനത്തിലാണ് കോൺഗ്രസിൽ സ്പ്ലിറ്റ് ഉണ്ടാവുന്നത്. കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് മിതവാദികൾ എന്നും തീവ്രവാദികൾ എന്നും രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവർ ഒരുമിക്കുന്നുണ്ട് അല്ലെ. അത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. 1916 ലക്നൗ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒരുമിക്കുന്നത്. ആ ഒരു സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു സമ്മേളനം കൂടിയാണ്. ഓക്കെ, അപ്പോ അടുത്തത് ഈ ഓപ്ഷൻ ആണ്. 1916 ആണ് വരുന്നത്. ദെൻ മൂന്നാമത് വരേണ്ടത് തീർച്ചയായിട്ടും ഏത് തന്നെയാണ്? മൂന്നാമതായിട്ട് വരേണ്ടത് ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ള ഈ ഒരു സെക്ഷൻ ആണ് അല്ലെ, 1924. നാലാമത് വരേണ്ടത് ലാഹോർ സെഷൻ ആണ്. അപ്പൊ ഇതിലെ കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം നടന്ന ഇൻസിഡന്റ് എന്ന് പറയുന്നത് 1907. ഈ തന്നിരിക്കുന്നതിലെ ഓർഡർ ആണ് നമ്മൾ നോക്കുന്നത്. 1907 സൂററ്റ് സ്പ്ലിറ്റ്. അത് കഴിഞ്ഞു പറയേണ്ടത് നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനമായിട്ടുള്ള ലക്നൗ സമ്മേളനം പറയണം, 1916. അത് കഴിഞ്ഞിട്ട് ഏതാ നമ്മുടെ ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ള ബൽഗാം സമ്മേളനം. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ലാഹോർ സമ്മേളനം മെൻഷൻ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ഓർഡർ പ്രകാരം നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ വരുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. മാച്ച് ദ ഫോളോവിങ്, തെറ്റായ ജോഡി ഏത്, ശരിയായ ജോഡി ഏത്, അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം അല്ലെ. തീർച്ചയായിട്ടും അധ്യാപകരാവാൻ വേണ്ടി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇതിൽ ധാരാളം ഫാക്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പൊ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഇതിൽ നൽകിയിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ എന്താണ് കണ്ടെത്തേണ്ടത്? തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ശരിയായിട്ടുള്ളതുണ്ട്, ഇതിൽ നിന്നും തെറ്റായ പ്രസ്താവന ഏതാണ് എന്നുള്ളത് കണ്ടെത്തണം. ആദ്യത്തെ ഫാക്ട്, ആനി ബസന്റ് ആണ് INC-യുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. 1917 കൊൽക്കത്ത സെഷൻ എന്ന ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. അടുത്തത്, INC-യുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഇന്ദിരാഗാന്ധി എന്ന് നൽകിയിട്ടുണ്ട്. INC-യുടെ പ്രസിഡന്റ് ആയ 3ാമത്തെ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത എന്ന് നൽകിയിട്ടുണ്ട്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്.
നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ INC പ്രസിഡന്റ് ആണ് സരോജിനി നായിഡു. തീർച്ചയായിട്ടും ഈ സെന്റൻസുകളെല്ലാം INC പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. വലിയ കൺഫ്യൂഷൻ ഒന്നും തോന്നാത്ത ഒരു സെന്റൻസ് ആണ് ആനി ബസന്റിനെ കുറിച്ചിട്ട്. നമുക്കറിയാം INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? ആനി ബസന്റ് ആണ് അല്ലെ. ഏതായിരുന്നു സെഷൻ? 1917 കൊൽക്കത്ത സെഷനാണ്. അവരെ കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാലോ. ഏതിലായിരുന്നു അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹോം റൂൾ മൂവ്മെന്റ് അല്ലെ. ഹോം റൂൾ മൂവ്മെന്റില് ഇവര് പ്രവർത്തിച്ചിട്ടുണ്ട്. ബാലഗംഗാധര തിലകനും ആനി ബസന്റും വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൂനെ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് ബാലഗംഗാധര തിലകൻ ഈ ഹോം റൂൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മദ്രാസിലെ അടയാർ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏതു വർഷമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1916 കേട്ടോ. ഈ ഒരു സെന്റൻസ് വലിയ കൺഫ്യൂഷൻ ഒന്നും വരാൻ സാധ്യതയില്ല. ആനി ബസന്റ് ആണ് INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി INCയുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഇന്ദിരാഗാന്ധി എന്ന് തന്നിട്ടുണ്ട്. ഈ സെന്റൻസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓൾറെഡി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഒരു ഫാക്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അവര് ആദ്യ ഇന്ത്യൻ വനിതയാണോ? അല്ല, ആദ്യ ഇന്ത്യൻ വനിതയല്ല. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? സരോജിനി നായിഡു ആണ്. ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നുള്ള വിശേഷണം ആർക്ക് അവകാശപ്പെട്ടതാണ്? സരോജിനി നായിഡുവിന് അവകാശപ്പെട്ടതാണ്. അങ്ങനെ അവരെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയാണ് കേട്ടോ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ് അത്തരത്തിൽ അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം INCയുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം എന്ത് തന്നെ? സരോജിനി നായിഡു എന്നുള്ളതാണ്. ഇനി ഇന്ദിരാഗാന്ധി ഉത്തരം വരണമെങ്കിൽ ചോദ്യം എങ്ങനെയാണ് ചോദിക്കേണ്ടത്? സ്വതന്ത്ര ഇന്ത്യയിലെ എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ലഭിച്ചതിന് ശേഷം അല്ലെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ INC പ്രസിഡന്റ് ആണ് ആര്? ഇന്ദിരാഗാന്ധി. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ സരോജിനി നായിഡു എന്നാണ് നൽകിയിട്ടുള്ളത്. അത് തെറ്റല്ലേ? ശരിയാണോ? അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ക്ലിയർ അല്ലേ? അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ INC പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം എന്താ? ഇന്ദിരാഗാന്ധി എന്നാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി എന്നാണ്. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായ ഉത്തരം തന്നെയാണ്. INCയുടെ പ്രസിഡന്റ് ആയ മൂന്നാമത്തെ വനിതയാണ് നെല്ലിസൺ ഗുപ്ത എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സെന്റൻസ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടെണ്ണം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തിരുത്തി പഠിച്ചു. ഓക്കെ, അപ്പോ അറിഞ്ഞിരിക്കുക ഇതിലെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം. രണ്ടാമത് എങ്ങനെയാണ് പറയേണ്ടത്? INCയുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധി അല്ല, സരോജിനി നായിഡു ആണ്. അതേപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ INC പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു അല്ല, ഇന്ദിരാഗാന്ധിയാണ്. തിരിച്ചാണ് തന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ വന്നു എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? 2ഉം 4ഉം മാത്രമാണ് ഇതിലെ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ഇതിലെ കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിൽ ഉത്തരം ഏതാണ്? 2, 4 തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അതായത് 2ഉം 4ഉം മാത്രമാണ് ഇതിന്റെ അകത്ത് തെറ്റ്. 1ഉം 3ഉം എന്ത് തന്നെയാണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ 1 വരുന്ന ഓപ്ഷനും നമുക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. ഈ ഒരു ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ INCയുടെ വനിതാ പ്രസിഡന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം സോണിയാഗാന്ധി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷനായിട്ടുള്ള വനിത ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ആര് തന്നെയാണ്? സോണിയാഗാന്ധി തന്നെയാണ്. അതും നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണ്? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കേട്ടോ. INCയുടെ രൂപീകരണത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന സംഘടന ഏതാണ് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ നാഷണൽ യൂണിയൻ, ഇന്ത്യൻ അസോസിയേഷൻ, യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ,
പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നുള്ളതാണ് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇന്ത്യൻ നാഷണൽ യൂണിയൻ, ഇന്ത്യൻ അസോസിയേഷൻ, യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ, പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഇതിൽ കൃത്യമായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അങ്ങനെയെങ്കിൽ എന്നാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്തിട്ടുള്ളത്? 1884. നമ്മുടെ INC എന്നായിരുന്നു ഫോം ചെയ്തത്? 1885 ഡിസംബർ 28 അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോ INC തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ പറയേണ്ട ഉത്തരം എന്ത് തന്നെയാണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് തന്നെയാണ് കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വരരുത്. ഇന്ത്യൻ അസോസിയേഷൻ ആരുടേതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ്, ഓർത്തിരിക്കാം. അതേപോലെ തന്നെ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ അത് 1888 ഫോം ചെയ്യുന്നത്. ആരാണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്? യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് കേട്ടോ. സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോ ആക്ച്വലി യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഫോം ചെയ്തത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? INCയുടെ രൂപീകരണത്തെ എതിർത്തുകൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ്, INCനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഘടനയല്ല. INCയുടെ രൂപീകരണത്തെ എതിർത്തുകൊണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഫോം ചെയ്തിട്ടുള്ള സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതില് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ആണ്. 1888 എന്ന് പറയുന്ന വർഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ശ്രീനാരായണ ഗുരു ഈ വർഷം മുൻപ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കേരള റിനൈസൻസ് പഠിക്കുന്ന സമയത്ത്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു എന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്? അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലെ? അരുവിപ്പുറം പ്രതിഷ്ഠ എന്നായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 1888 പറയാം. നമ്മുടെ ഗാന്ധിജി നിയമം പഠിക്കാനായിട്ട് ലണ്ടനിൽ പോയത് 1888. INCയുടെ ആദ്യത്തെ വിദേശി പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് യൂള് ഏതു വർഷമാണ് അധ്യക്ഷനാവുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1888. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഫോം ചെയ്യുന്നതും 1888. ഒരേ വർഷം നമ്മൾ കുറെ ഫാക്ട് പഠിച്ചു. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരുടേതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ആണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുംബൈ ആണ്. ഏതായിരുന്നു വർഷം? 1945 കേട്ടോ. സോ ഈ ഒരു ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. INCയുടെ രൂപീകരണത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന സംഘടന ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഇതേപോലൊരു ചോദ്യം ഇങ്ങനെയും ചോദിക്കാം. INC തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് എന്ന് ചോദിച്ചാലും നമുക്ക് പറയാം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.